നമസ്കാരം. FCRA അങ്ങ് കത്തിക്കയറുകയാണ്. PC ജോർജൊക്കെ പറയുന്നുണ്ട് ചില പാതിരിമാർക്ക് അല്ലെങ്കിൽ ചില മെത്രാമാർക്ക് തലയ്ക്ക് സ്ഥിരമില്ല എന്നൊക്കെ പറയുന്നു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തെ തകർക്കാനാകാത്ത വിശ്വാസം. ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹം ഈ രീതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേരും അല്ലെങ്കിൽ അവർ കോൺഗ്രസിനൊപ്പം ചേരും എന്നൊക്കെ ഈ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയും വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു ഇലക്ഷൻ കാലം. ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ആർക്കൊപ്പം ചേർന്നാലും രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായി തന്നെ അത് ഇവിടെ നടപ്പിലാക്കും. അതിൻ്റെ കൃത്യമായ അമെൻമെൻറ്റും അതിൻ്റെ കൃത്യമായ നിയമപരിരക്ഷയും ഉറപ്പാക്കും. കാരണം ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കൂടി പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ സുതാര്യതയുടെ കൂടി പ്രശ്നമാണ്, രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ നിയമ ഭേദഗതി നടപ്പിലാക്കും എന്ന് തന്നെയാണ് സൂചനകൾ. ഇതിനിടയ്ക്ക് ചില വാർത്തകൾ, അതായത് ഈ ചില ഏജൻസികൾ ഈ FCRA ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്ത് തീവ്രവാദ ഫണ്ടിങ് നടത്തിയതായി നേരത്തെ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്ത കൂടിയാണിത്. 12 പേർ കൊല്ലപ്പെട്ട ചെങ്കോട്ട ഭീകര ആക്രമണം ഓർമ്മയില്ലേ? ഇത് ആസൂത്രണം ചെയ്ത അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി വിദേശത്തു നിന്നും FCRA നിയമം അനുസരിച്ച് കൊണ്ടുവന്നത് 600 കോടി രൂപയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാരടക്കം ഈ ബോംബ് സ്ഫോടന കേസിൽ ഭീകരവാദികളാണ്, പ്രതികളാണ്. ആ പണം ദുരുപയോഗം ചെയ്താണ് തീവ്രവാദം നടത്തുന്നത്. കള്ളപ്പണക്കേസിൽ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ അറസ്റ്റിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് FCRA നിയമം ദുരുപയോഗം ചെയ്യുന്നത്. അത് തടയാനാണ് പുതിയ ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിൽ ചിലർ ഇങ്ങനെയുള്ള കൊള്ളക്കാരെ രക്ഷിക്കാൻ വേണ്ടി FCRA നിയമം ഭേദഗതി ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ NDTV, ദേശീയ മാധ്യമമായ NDTV ഒരു ഇടതുപക്ഷ സഹയാത്രിക അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്ര ചെയ്യുന്ന ഒരു മാഗസിനാണ്. NDTV റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ചാർജസ് ഫ്രെയിംഡ് എഗൻസ്റ്റ് ഫോർ അലർജിലി റണ്ണിംഗ് NGO ടു ഗെറ്റ് ടെറർ ഫണ്ട്സ്. നിരവധി NGOകൾ പ്രവർത്തിക്കുന്നു. അവർ ഇതുപോലെ തീവ്രവാദ ബന്ധങ്ങളിലൂടെ പണം സമാഹരിച്ചു, തീവ്രവാദത്തിന് വേണ്ടി പണം സമാഹരിച്ചു. NIA റൈറ്റ്സ് അതിൻ്റെ വാർത്തകളൊക്കെ തന്നെയുണ്ട്. തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുൾ മുജാഹിദിന് പണം എത്തിച്ചു കൊടുത്ത NGOക്കെതിരെയുള്ള കേസ്, അതിൻ്റെ വാർത്തയാണ് NDTV നൽകിയത്. ഇങ്ങനെ FCRA ലൈസൻസ് തീവ്രവാദികൾ വരെ ദുരുപയോഗം ചെയ്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ പറയുന്നത് വിദേശത്തു നിന്നും വരുന്നതിൻ്റെ കണക്ക് ചോദിക്കരുത് എന്നാണ്. ഇവരെ സഹായിക്കാനായിരിക്കും, ആരെ സഹായിക്കാനായിരിക്കും ഇത് എന്നും ഉള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. ദേശീയ മാധ്യമങ്ങൾ സഹിതം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി സുതാര്യത ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണം എന്ത് ചെയ്തു, എങ്ങനെ ചെലവഴിച്ചു എന്ന് ഉറപ്പാക്കുന്നതാണ്. ഇവിടെ അനാഥാലയങ്ങളുടെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ മറവിൽ തീവ്രവാദ ഫണ്ടിങ്ങും ഒക്കെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു രാജ്യവിരുദ്ധതയെ സഹായിക്കാനല്ലേ ഇതിനെ എതിർക്കുന്നവർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കേണ്ടി വരും. ചോദിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം, രാജ്യമാണ്, നാടാണ് പ്രധാനം, നാട്ടിലെ ജനങ്ങളാണ് പ്രധാനം. അല്ലാതെ തീവ്രവാദ ഫണ്ടിങ്ങും ഇവിടെ ചില PC ജോർജ് പറഞ്ഞതുപോലെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ചില ആളുകളുടെ വായിട്ട് അലപ്പമൊന്നുമല്ല പ്രധാനം. അതൊന്നും ഇവിടെ കാര്യമാക്കുന്നില്ല. ഇവിടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, അത് തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ട ഭേദഗതി നടത്തുക തന്നെ ചെയ്യും.